ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ക്ലാസ് 10th കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ചാനലിൽ ഒരു വീഡിയോ ഇടുന്നത്. 10th സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാമ്പിൾ പേപ്പറിലെ സെക്ഷൻ എയിലുള്ള 20 ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് MCQs ആൻഡ് അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സൊല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, 10th സയൻസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കയ്യിൽ വെക്കേണ്ട ബുക്ക് എന്ന് പറയുന്നത് NCERT റീഡർ ആണ്. പല കുട്ടികൾക്കും ഒരു ഹാബിറ്റ് ഉണ്ട്, കുറേ റെഫറൻസ് ബുക്ക് അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് വെക്കും, പലയിടത്തുനിന്നും പഠിക്കും, എന്നിട്ട് എവിടെ എത്തില്ല. അതിനേക്കാളും ഏറ്റവും ആദ്യം NCERT തറോ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ റെഫറൻസ് ബുക്കിന്റെ പുറകെ പോകേണ്ട കാര്യമുള്ളൂ. എക്സ്ട്രാ പ്രോബ്ലംസ് ഒക്കെ, ന്യൂമറിക്കൽസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പേഴ്സും അല്ലെങ്കിൽ കുറച്ച് റെഫറൻസ് ബുക്സ് ഒക്കെ നോക്കാം. ബാക്കിയെല്ലാം NCERT റീഡറിലുണ്ട്. ഇപ്പൊ ഈ MCQs സോൾവ് ചെയ്യുമ്പോൾ ഞാൻ സൈഡ് വൈസ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഏത് പേജിലാണ് ഈ ആൻസർ കിടക്കുന്നതെന്ന് കൂടെ പറയാം. അപ്പൊ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. ഓക്കെ, അധികം കഥ പറയുന്നില്ല, നമുക്ക് ആദ്യം സൊല്യൂഷൻസിലോട്ട് കിടക്കാം, ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 16 MCQs ആണുള്ളത്, പിന്നെ 4 അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസും. അപ്പൊ ആദ്യത്തെ MCQലോട്ട് കിടക്കാം. കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ P, Q and R in the following ബാലൻസ്ഡ് റിയാക്ഷൻ. അതായത് ലെഡ് നൈട്രേറ്റ് ലെഡ് ഓക്സൈഡും നൈട്രിക് ഓക്സൈഡും ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അപ്പൊ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. MCQs ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്മാർട്ട് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് നോക്കുമ്പോൾ അറിയാം 2, 2, 2, 4 എന്നുള്ളതാണ് ലെഡിന്റെ, അതായത് ലെഡ് 1 എന്ന് പറയുന്ന ഒരു സംഭവം ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം 2 നമുക്ക് 2 തന്നെ ഇട്ട് നോക്കാം. 2 ലെഡ് ഉണ്ടാവുമ്പോൾ പ്രോഡക്ട്സിൽ എന്തുണ്ടായിരിക്കണം? 2 ലെഡ് ഉണ്ടായിരിക്കണം. അപ്പൊ പ്രോഡക്ട്സിലും ഞാൻ 2 ഇട്ട് കൊടുത്തു. ലെഡിന്റെ കൂടെ അടുത്ത വരുന്ന ആരാണ്? നൈട്രജൻ ആണ്, NO3 ട്വൈസ് എന്നുണ്ട്, ഇവിടെ ഒരു 2 കിടക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ ദാറ്റ് മീൻസ് 2N ഇവിടെയുണ്ട്, പിന്നെ ഈ ലെഫ്റ്റിൽ വരുന്ന 2 കൂടി ആകുമ്പോൾ ടോട്ടൽ എത്ര നൈട്രജൻ ഉണ്ട്? 4 നൈട്രജൻ ഉണ്ട്. അപ്പൊ പ്രോഡക്ട്സിൽ ഞാൻ 4 നൈട്രജന്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കണം. ഇനി ഓക്സിജൻ ബാലൻസ്ഡ് ആണോ നോക്കുക. റിയാക്ടൻസിൽ എത്ര ഓക്സിജൻ ഉണ്ട്? O3 ട്വൈസ് എന്ന് പറയുമ്പോൾ അവിടെ 6 ഓക്സിജൻ ആയി, അത് 2 ടൈംസ് വരുന്നുണ്ട് അല്ലെ? അപ്പോൾ 6 into 2 12 ആണ് ടോട്ടൽ ഓക്സിജൻ ഇൻ ദ റിയാക്ടന്റ് സൈഡ്. പ്രോഡക്റ്റ് സൈഡിൽ നോക്കാം, 2 PbO എന്ന് പറയുമ്പോൾ അവിടെ 2 ഓക്സിജൻ ഉണ്ട്. 4NO2 എന്ന് പറയുമ്പോൾ 4 into 2 8, അപ്പൊ 8 + 2 10 ഓക്സിജൻ ആയി. പിന്നെ O2 എന്ന് പറയുമ്പോൾ അവിടെ 2 ഓക്സിജൻ ഉണ്ട്, അപ്പൊ 12 ഓക്സിജൻ ആയി. അപ്പൊ റിയാക്ഷൻ ഇസ് ബാലൻസ്ഡ്. ഇനി നമുക്ക് നമ്മുടെ ആൻസറിലോട്ട് നോക്കാം. Pന്റെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? 2. Qന്റെ പ്ലേസിൽ 2 ആൻഡ് Rന്റെ പ്ലേസിൽ 4, വിച്ച് ഇസ് ഓപ്ഷൻ A. ഇങ്ങനെയാണ് ബാലൻസിങ് ഓഫ് റിയാക്ഷൻ നിങ്ങൾ പഠിച്ചതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ തുടക്കത്തിൽ, ടെക്സ്റ്റ് ബുക്കിൽ ഏത് പേജിലാണ് ഈ ആൻസർ എന്നുള്ളത് കാണിച്ചു തരാം എന്നുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 9 ഈ സെയിം റിയാക്ഷൻ കിടക്കുന്നുണ്ട്, ലെഡ് നൈട്രേറ്റിന്റെ റിയാക്ഷൻ. അതിനകത്ത് കറക്റ്റ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. 2, 2, 4 എന്നുള്ളത് തന്നെയാണ് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഈ നമ്പേഴ്സ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. രണ്ടാമത് നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അറിയാം, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ളത് ആയിരിക്കണം അല്ലെ ക്വസ്റ്റ്യൻ. അതായത് കോളം A ആൻഡ് B ആയിട്ട് മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. കോളം 1 A തന്നിരിക്കുന്നത് എന്താ? എ മെറ്റൽ ദാറ്റ് ഫോംസ് എംഫോട്ടറിക് ഓക്സൈഡ്. എംഫോട്ടറിക് ഓക്സൈഡ്സിനെ കുറിച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഏത് പേജിലാണ് പറയുന്നത്? പേജ് നമ്പർ 41 ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലൂമിനിയം ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, ദേ ബോത്ത് ഷോ acidic as well as basic behavior. Such metal oxides are called what? എംഫോട്ടറിക് ഓക്സൈഡ്. അതിന്റെ എക്സാമ്പിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അലൂമിനിയം ഓക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് ആണ്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അലൂമിനിയം മാത്രമേ ഉള്ളൂ. അപ്പോൾ A എന്നുള്ളത് ഞാൻ മാച്ച് ചെയ്യുന്നത് ആരായിട്ടാണ്? അലൂമിനിയം ആയിട്ടാണ്, അതായത് ഓപ്ഷൻ 3 ആയിട്ടാണ്. മീൻസ് കോളത്തില് 3rd ആയിട്ടാണ് ഞാൻ മാച്ച് ചെയ്തിരിക്കുന്നത്. B ക്വസ്റ്റ്യൻ എന്താ? എ മെറ്റൽ വിച്ച് മെൽസ് വെൻ കെപ്റ്റ് ഓൺ ആർ പാം. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പേജ് നമ്പർ 40 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഗാലിയം, സീഷ്യം ഹാവ് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ദീസ് 2 metals will melt if you keep them on your palm. അപ്പൊ ഗാലിയവും സീഷ്യവും ആണ് ഈ പാമിൽ വെച്ചാൽ മെൽറ്റ് ചെയ്യുന്ന മെറ്റൽസ്. നമുക്ക് ഓൾറെഡി എന്തുണ്ട്? ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പേജ് നമ്പർ 40 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷനിൽ നോക്കാം. ഗാലിയം ആണ് തന്നിരിക്കുന്നത്, സീഷ്യം ഓപ്ഷനിൽ ഇല്ല. അപ്പോൾ സോ ഡെഫിനറ്റ്ലി B will be matching with 1, which is gallium. A metal that react with nitric oxide. സാധാരണയായിട്ട് നൈട്രിക് ഓക്സൈഡുമായിട്ട് എല്ലാ മെറ്റൽസും റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ഏത് പേജിൽ പറഞ്ഞിട്ടുണ്ട്? പേജ് നമ്പർ 44 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് മെറ്റൽസ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കില്ല നോർമലി മെറ്റൽസ്. ബട്ട് അതിന്റെ എക്സെപ്ഷൻസ് ആണ് ആരൊക്കെ? മെഗ്നീഷ്യം ആൻഡ് മാംഗനീസ്. They react with very dilute HNO3 to evolve
H2 ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഗ്നീഷ്യം ആൻഡ് മാംഗനീസ് ആണ്. ഇതിൽ രണ്ടിലും ആരാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് നോക്കാം. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് മാംഗനീസ് ആണ്. അപ്പോ C with 4. ഇനി ഫോർത്ത് വൺ എന്താ? മെറ്റൽ വിച്ച് കനോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്സ്. ഇത് നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പേജ് നമ്പർ 45 റിയാക്ടിവിറ്റി സീരീസ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജന്റെ മുകളിൽ കിടക്കുന്ന എല്ലാ മെറ്റൽസിനും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അതേസമയം ഹൈഡ്രജന്റെ താഴെയുള്ള റിയാക്ടിവിറ്റി സീരീസിലെ ഹൈഡ്രജന് താഴെ കിടക്കുന്ന മെറ്റൽസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ആർക്കൊക്കെയാണത്? കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇവർക്കൊന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല അക്കോർഡിംഗ് ടു റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ ഈ കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് ഇതിൽ ഏതാണ് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് നോക്കാം. ഓപ്ഷൻ തന്നിരിക്കുന്നത് AU വിച്ച് ഇസ് ഗോൾഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? A with 3. A with 3 എന്നുള്ളത് ഓപ്ഷൻ ബിയിലും ഡിയിലും എടുക്കുന്നുണ്ട്. ഇനി നോക്കുക, B is matching with 1. B matching with 1 എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയിൽ മാത്രമേ ഉള്ളൂ. നോക്കുക, A3, B1, C4, D2. അത് തന്നെയാണ് നമ്മുടെ ആൻസർ അല്ലെ. അപ്പൊ ഇതിനെല്ലാത്തിന്റെ സൊല്യൂഷൻ എവിടെയുണ്ട്? ടെക്സ്റ്റ് ബുക്കിൽ പല പേജുകളിലായിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ആരും മറക്കരുത്. ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ദ സൊല്യൂഷൻ ഇൻ ദ ഗിവൺ ഫിഗർ ഈസ് ലൈക്ലി ടു ബി. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ? ബൾബ് ഗ്ലോ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം സംഭവം ഒരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുന്നുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ ഈസ് 22-23. ഓക്കെ, ഈ 22-23 22 പേജ് നമ്പർ 22 ഈ ഒരു എക്സ്പെരിമെന്റ് ആക്ടിവിറ്റി എടുക്കുന്നുണ്ട്. 23 അതിന്റെ എക്സ്പ്ലനേഷനും എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ആക്ടിവിറ്റിയിൽ ബൾബ് എപ്പോഴാണ് ഗ്ലോ ചെയ്യുക, ഏത് സൊല്യൂഷൻസ് ആകുമ്പോഴാണ് ഗ്ലോ ചെയ്യുക, ഏത് സൊല്യൂഷൻ ആകുമ്പോഴാണ് ഗ്ലോ ചെയ്യാത്തത് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ബൾബ് വിൽ സ്റ്റാർട്ട് ഗ്ലോയിങ് ഇൻ ദ കേസ് ഓഫ് ആസിഡ്സ് ആണെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യും. But you will observe that glucose and alcohol solution do not conduct electricity. അപ്പോൾ ഈ സൊല്യൂഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്ലൂക്കോസോ ആൽക്കഹോൾ സൊല്യൂഷനോ ആണെങ്കിൽ എന്ത് സംഭവിക്കില്ല എന്ന് പറഞ്ഞ്? ബൾബ് ഗ്ലോ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബൾബ് ഗ്ലോ ചെയ്യാത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് ഓപ്ഷൻസ് നോക്കാം. HNO3 എന്ന് പറയുന്നത് എന്താണ്? നൈട്രിക് ആസിഡ് ആണ്. ആസിഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി വിച്ച് മീൻസ് ബൾബ് വിൽ ഗ്ലോ. അപ്പൊ A അല്ല ഓപ്ഷൻ. C2H5OH ആരാണ്? എഥനോൾ അല്ലെ. അത് ആൽക്കഹോൾ ആണ്. അപ്പോൾ ആൽക്കഹോൾ സൊല്യൂഷനിൽ ബൾബ് ഗ്ലോ ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. H2SO4 ഈസ് എൻ ആസിഡ്. അപ്പോൾ CO2 ഇൻ വാട്ടർ ഈസ് ഓൾസോ എ ഡൈല്യൂട്ട് ആസിഡ്. അപ്പോൾ C2H5OH സൊല്യൂഷൻ ആവുമ്പോഴാണ് എന്ത്? ആൽക്കഹോൾ സൊല്യൂഷനോ അല്ലെങ്കിൽ ഈ ഓപ്ഷനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നെങ്കിൽ ഗ്ലൂക്കോസോ. ഓക്കെ, ഗ്ലൂക്കോസ് സൊല്യൂഷൻ ഓർ ആൽക്കഹോൾ സൊല്യൂഷൻ ആണ് എന്ത് കണ്ടക്ട് ചെയ്യാത്തത്. വിഷ്വലി ഇമ്പയർഡ് സ്റ്റുഡൻസിന് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ഡൈല്യൂട്ട് ആസിഡ്, ഡൈല്യൂട്ട് ഷുഗർ സൊല്യൂഷൻ, ഗ്ലൂക്കോസ് സൊല്യൂഷൻ, എത്തനോൾ ഇൻ വാട്ടർ. ഇതാണ് സ്ട്രോങ്സ്റ്റ് ഇലക്ട്രോലൈറ്റ് ഏതാണെന്നാണ് നമ്മളടുത്ത് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. സ്ട്രോങ്സ്റ്റ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്നത് ഡൈല്യൂട്ട് ആസിഡ് ആണ്. ബാക്കിയുള്ളതൊന്നും നമുക്ക് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഇതല്ല, ഇലക്ട്രോലൈറ്റ് അല്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് an aqueous solution A turns a phenolphthalein solution pink. ആസിഡ്സ് ആൻഡ് ബേസസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫിനോൾഫ്തലിനെ പിങ്ക് ആക്കുന്നത് ഏത് ഇതാണ്? ആസിഡ് ആണോ ബേസ് ആണോ? ബേസ് ആണ് അല്ലെ. അപ്പോൾ സൊല്യൂഷൻ A എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മനസ്സിലായി, ബേസ് ആണെന്ന് മനസ്സിലായി. ഓൺ അഡീഷൻ ഓഫ് an aqueous solution of B to A the pink color disappears. പിങ്ക് കളർ ഡിസപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ B should be ആസിഡ്. അപ്പോൾ A is base and B is acid എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫിനോൾഫ്തലിൻ വെച്ചുകൊണ്ട് നമുക്ക് ഈ ആസിഡിന്റെയും ബേസിന്റെയും സ്ട്രെങ്ത് ഒന്നും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? pH പേപ്പർ യൂസ് ചെയ്തിട്ടാണ്. pH പേപ്പറിലാണ് ഡിഫറെന്റ് കളർ വേരിയൻസ് ഉള്ളതും നമുക്ക് സ്ട്രോങ്ങർ ബേസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രോങ്ങർ ബേസ് ആണെങ്കിൽ വളരെ പർപ്പിളിഷ് ബ്ലൂ ആയിരിക്കും അതിന്റെ കളർ വരിക. അപ്പോൾ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഫിനോൾഫ്തലിൻ സൊല്യൂഷനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഓപ്ഷൻ എയും ബിയും അല്ല. കാരണം എയിലും ബിയിലും സ്ട്രോങ് ആസിഡ്, വീക്ക് ബേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. എന്താ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്? A is a base. ബേസിന്റെ pH വാല്യൂ ഇസ് greater than 7 and acidsന്റെ pH less than 7 ആണ്. അപ്പൊ A base എന്ന് വെച്ചാൽ എന്താ? pH greater than 7. B has pH less than 7 which is option C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. When 50 gram of lead powder is added to 300 ml of blue copper sulfate solution, after few hours the solution becomes colorless. This is an example of. അതായത് കോപ്പർ സൾഫേറ്റിന് ലെഡ് ഡിസ്പ്ലേസ് ആവുമ്പോഴാണ് ഈ കളർലെസ് ആവുന്നത്. കോപ്പറിൽ ഉള്ളതുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റിന് ബ്ലൂയിഷ് കളർ വരുന്നത്. അപ്പൊ കോപ്പർ സൾഫേറ്റും ലെഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും?
കോപ്പറും ലെഡ് സൾഫേറ്റും ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനെ പറയുന്ന പേരെന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലിമെന്റ് ലെസർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലിമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 3 elements X, Y and Z are given. Xന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ is 287. അപ്പൊ തന്നെ നമ്മൾ ഓപ്ഷൻസിലോട്ട് നോക്കുക. ഓപ്ഷനിൽ ഇത് മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ എന്നൊക്കെ ഉള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. 287 എന്ന് വെച്ചാൽ 7 ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുമ്പോൾ അതിന്റെ മീനിങ് എന്താ? അത് നോൺ മെറ്റൽ ആണ്. അതിന് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആണുള്ളത്. അല്ലെങ്കിൽ ഗ്രൂപ്പ് 17ലെ മെമ്പർ ആണ്. ഗ്രൂപ്പ് 17ലെ മെമ്പർ ഒക്കെ ആരാണ്? നോൺ മെറ്റൽ ആണ്. അപ്പൊ എക്സ് ഈസ് എ നോൺ മെറ്റൽ എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എക്സ് ഈസ് എ നോൺ മെറ്റൽ വരുന്നത് ഓപ്ഷൻ സിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ലെറ്റ് സി. ഓക്കെ, ഇനി വൈയില് 282 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. 2 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുമ്പോൾ ഗ്രൂപ്പ് 2ലെ മെമ്പേഴ്സ് ആണ്. ഗ്രൂപ്പ് 2 എല്ലാം ആരാണ്? മെറ്റൽസ് ആണ്. ഓക്കെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് ഗ്രൂപ്പ് 2 അല്ലെ. അപ്പോ എക്സ് ഇസ് എ നോൺ മെറ്റൽ, വൈ ഈസ് എ മെറ്റൽ എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. സെഡിന് 2,8 28 എന്ന് വെച്ചാൽ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണ്? ഇനേർട്ട് ഗ്യാസസ് ആണ്. ഓക്കെ, അപ്പൊ എക്സ് ഇസ് എ നോൺ മെറ്റൽ, Y is a metal and Z is an inert gas. X is non-metal, Y is metal എന്നുള്ളത് ഏതിൽ മാത്രമേ തന്നിട്ടുള്ളൂ? ഓപ്ഷൻ സിയിൽ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എൻഡോതെർമിക് റിയാക്ഷൻ? നമുക്ക് രണ്ട് മീൻസ് ഹീറ്റിന്റെ ഇൻടേക്ക് ഓർ ഹീറ്റ് റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റിയാക്ഷൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റിനെ കൊടുക്കുന്ന എന്താ പറയാ ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കാനായിട്ട് എന്ത് വേണം? ഹീറ്റ് ഇൻടേക്ക് വേണം. ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യണം. ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുക്കിംഗ് ഓഫ് ഫുഡിന് മാത്രമാണ് നമ്മൾ ഹീറ്റ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നത്. ക്യാൻഡിൽ ബേൺ ചെയ്താൽ ഹീറ്റ് വിൽ ബി ലിബറേറ്റഡ്. വെജിറ്റബിൾ മാറ്റർ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് വിൽ ബി ലിബറേറ്റഡ് അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് ഈ കമ്പോസ്റ്റ് പിറ്റിനകത്തോട്ട് അടുത്തൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു ചൂട് വായു ഇങ്ങനെ പുറത്തോട്ട് വരുന്നതായിട്ട് കാണാം. അപ്പൊ അത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഹീറ്റ് വിൽ ബി ജനറേറ്റഡ്. റിയാക്ഷൻ ഓഫ് സോഡിയം വിത്ത് വാട്ടർ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് അല്ലെ. ഹീറ്റ് വിൽ ബി ജനറേറ്റഡ്. അപ്പൊ കുക്കിംഗ് ഓഫ് ഫുഡ് മാത്രമാണ് ഹീറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട റിയാക്ഷൻ, വിച്ച് ഇസ് എൻഡോതെർമിക്. അപ്പൊ ഓപ്ഷൻ ബി ആണ് 7th ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത്. ഇനി ഡ്യൂറിംഗ് സെല്ലുലാർ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ATP is produced along with formation of other products in this reaction. നമ്മളിത് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസിലെ ATP will be produced. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് ഇസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് മാക്സിമം ATP മോളിക്യൂൾസ് per molecule of glucose during the process? മാക്സിമം ATP പ്രൊഡക്ഷൻ വരുന്നത് എപ്പോഴാണ്? എയറോബിക് റെസ്പിറേഷനിലാണ്. ഓക്കെ, നമുക്ക് എത്തനോൾ ഇൻ ഈസ്റ്റ്, ലാക്ടിക് ആസിഡ് ഇൻ മസിൽ സെൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഈസ്റ്റ് സെൽ, ഇതെല്ലാം അനൈറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഓക്സിജന്റെ മീൻസ് ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന റെസ്പിറേഷൻസ് ആണ്. എയറോബിക് റെസ്പിറേഷൻ വരുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഹ്യൂമൻ സെൽ, വിച്ച് വിൽ പ്രൊഡ്യൂസ് മാക്സിമം ATP മോളിക്യൂൾസ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. During which of the following stages of circulation of blood in a normal human being the oxygenated blood is pumped to all parts of the body? Oxygenated blood body parts ലോട്ട് പമ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ് എന്നുള്ളതാണ്. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമുക്കുള്ള ഒരു സെയിം സാധനം തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 92 പറയുന്നുണ്ട് എന്ത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ബ്ലഡ് ഇസ് പംപ്ഡ് ഔട്ട് ടു ദ ബോഡി. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട്സ് then blood will be pumped out to the body. ലെഫ്റ്റ് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുമ്പോഴാണ് ബ്ലഡ് ഹാർട്ടിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. വിച്ച് ഇസ് ഗിവൺ ഇൻ കോൺട്രാക്ഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇസ് ഗിവൺ ഇൻ ഓപ്ഷൻ ബി. അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സെയിം കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അഡാപ്റ്റേഷൻസ് ഇൻ ഹെർബിവോർസ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ ഓഫ് സെല്ലുലോസ്? ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചു കാണുമല്ലോ, വായിച്ചിട്ടുണ്ടായിരിക്കണം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ ആൻസർ അറിയേണ്ടതാണ്. പേജ് നമ്പർ 86 കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് കേട്ടോ. പേജ് നമ്പർ ഏതിലായിരുന്നു? 86. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഈ ഒരു പാരഗ്രാഫ് വായിക്കാം. ഹെർബിവോർസ് ഈറ്റിംഗ് ഗ്രാസ് need a longer small intestine to allow the cellulose to be digested. അപ്പൊ ഏത് അഡാപ്റ്റേഷൻ ആണ് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ലോങ്ങർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പൊ അതിൽ നമുക്ക് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഏതാണ്? ലോങ്ങർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, വിച്ച് ഇസ് there in option D. Okay, ഇനി there was a cerebellar dysfunction in a patient. Which of the following activities will get disturbed in this patient as a result of this? അതായത് സെറിബെല്ലം
നമ്മളെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സെറിബെല്ലാർ ഡിസ്ഫങ്ഷൻ ഉള്ള പേഷ്യന്റ് എന്ത് സംഭവിക്കുക, ആ സെറിബെല്ലം കൊടുക്കുന്ന ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ നമ്മൾ ഏത് പേജിലാണ് പഠിച്ചത്? പേജ് നമ്പർ 104 പഠിച്ചു. ഞാൻ യെല്ലോ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സെറിബെല്ലം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിസിഷൻ ഓഫ് വോളണ്ടറി ആക്ഷൻസ്. ഓക്കെ, വോളണ്ടറി ആക്ഷൻസിന്റെ പ്രിസിഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് മെയിൻറ്റെയിനിങ് ദ പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ദ ബോഡി. ബാലൻസും പോസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സെറിബെല്ലം. അപ്പൊ സെറിബെല്ലം ഡിസ്ഫങ്ഷൻ നടന്നു കഴിഞ്ഞാൽ പോസ്റ്റർ ആൻഡ് ബോഡി ബാലൻസിലാണ് ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടാവുക. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പേഷ്യന്റ് വിൽ ഗെറ്റ് ഡിസ്റ്റർബ്ഡ് ഇൻ വാട്ട്? പോസ്റ്റർ ആൻഡ് ബോഡി ബാലൻസ്. ഇനി സലൈവേഷൻ, ഹങ്കർ, റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ ഒക്കെ വരുന്നത് ഏത് ബ്രെയിനിന്റെ ഏത് പോർഷൻ ആണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്? സി യു ക്യാൻ സീ ഹിയർ ബ്ലഡ് പ്രഷർ, സലൈവേഷൻ, വൊമിറ്റിംഗ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ പാർട്ടിനെ പറയുന്ന പേരാണ് മെഡുല. അപ്പൊ മെഡുലാർ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിലാണ് ഈ കാര്യങ്ങളെ നമ്മൾ എഫക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെറിബെല്ലാർ ഡിസ്ഫങ്ഷൻ ആണ്. സെറിബെല്ലാർ ഡിസ്ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ ബോഡി പോസ്ചർ ആൻഡ് ബാലൻസിനെയാണ് അത് എഫക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഞാൻ ടെക്സ്റ്റ് ബുക്കും കൂടെ കാണിച്ചിരുന്നത് എന്തിനാണെന്ന് അറിയാലോ, ഇന്ന് തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിനെ സ്നേഹിക്കാൻ തുടങ്ങണം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. In snails, individuals can begin life as a male and depending on environmental conditions, they can become female as they grow. അങ്ങനെ സംഭവം ഉണ്ട് അല്ലെ. ദിസ് ഇസ് ബിക്കോസ്, ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ, സ്നെയിലിന്റെ തന്നെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, വിച്ച് ഈസ് ദെയർ ഇൻ പേജ് നമ്പർ 132. അതായത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ പറയുന്നുണ്ട്, ഇൻ ഹ്യൂമൻ ബീയിങ് സെക്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇസ് ലാർജ്ലി ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. പക്ഷെ സ്നെയിലൊക്കെ ആണെങ്കിലോ ഇൻഡിവിജ്വൽസ് ക്യാൻ ചേഞ്ച് സെക്സ്. യു ക്യാൻ റീഡ് ഇൻ ദ ഹൈലൈറ്റഡ് പോർഷൻ. In some animals such as snails, individuals can change sex. ഇതിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് സെക്സ് ഇസ് നോട്ട് ജനറ്റിക്കലി ഡിറ്റർമിൻഡ്. ജനറ്റിക്കലി ഡിറ്റർമിൻഡ് അല്ല സെക്സ് എന്നുള്ളതാണ്. ഇൻ വിച്ച് ആനിമൽസ്? സ്നെയിൽ പോലെയുള്ള ആനിമൽസിൽ. പക്ഷെ ഹ്യൂമൻ ബീയിങ്സിൽ മോസ്റ്റ്ലി അത് ജനറ്റിക്കലി ഡിറ്റർമിൻഡ് തന്നെയാണ്. നമ്മുടെ ക്വസ്റ്റൻ ഒന്നുകൂടെ വായിച്ചത് എന്തായിരുന്നു? ഇൻ സ്നെയിൽസ്, ഇൻഡിവിജ്വൽസ് ക്യാൻ ബിഗിൻ ലൈഫ് ആസ് എ മെയിൽ. Depending on environmental condition, they can become female as they grow. This is because what? നമ്മൾ ഇവിടെ പഠിച്ചു, sex is not genetically determined in snails. ടെക്സ്റ്റ് ബുക്കിൽ അതേ വാചകമാണ്. ഓക്കെ, അപ്പൊ MCQs ആണ്, പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്, എങ്ങനെ പഠിക്കും, അതിനുവേണ്ടി കുറെ ഗൈഡ് വേണമെന്നൊന്നും ആലോചിക്കണ്ട. ടെക്സ്റ്റ് ബുക്ക് ആണ് ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റൻ നമ്പർ 13 വരാം. ഇൻ ദ ഫോളോയിങ് കേസസ് a ray is incident on a concave mirror. In which case is the angle of incidence equal to 0? Angle of incidence in the case of concave mirror as well as convex mirror, അതായത് സ്ഫെറിക്കൽ മിറേഴ്സിനെ സംബന്ധിച്ച് നോർമൽ എന്ന് പറയുന്നത്, സി ദിസ് ഇസ് എ സ്ഫെറിക്കൽ മിറർ അല്ലെ, കോൺകേവ് മിറർ ആണ്. നോർമൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലൈൻ വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന ലൈനാണ് എന്ന് പറയുന്നത് നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് എ ലൈൻ ഇസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ, വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? 0. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ. അപ്പൊ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ഉള്ളതാണ് നോർമൽ അല്ലെ. അപ്പൊ ലൈൻ വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ മീൻസ് angle of incidence is equal to 0. ഇത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. A ray which is passing through the center of curvature and incident obliquely. ഓക്കെ, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ കളർ ഓഫ് റേസ് ഫോർ A and B. ഇത് ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ് ആണ്. നമ്മൾ ഇത് സെയിം പിക്ചർ നമ്മുടെ എന്തിലുണ്ട്? ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇൻ പേജ് നമ്പർ 167. ഇതാണ് നമ്മളുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന സെയിം പിക്ചർ ആണ്, കളർ കൊടുത്തിട്ടില്ല എന്ന് മാത്രം. ആസ് യു ക്യാൻ സീ, ഇവിടെ നിങ്ങോട്ടാണ് എന്ത് പോകുന്നത്? വിബ്ജിയോർ പോകുന്നത്. ലൈറ്റ് വിച്ച് ഇസ് ഗെറ്റിംഗ് മോസ്റ്റ്ലി ഡീവിയേറ്റഡ് ഇസ് വയലറ്റ്. അതുകൊണ്ടാണ് അത് താഴത്തെ ഭാഗത്താണ് വരിക. റെഡ് വിൽ ബി ഹാവിംഗ് ലെസ് ഡീവിയേഷൻ, അത് ഏറ്റവും മുകളിലാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ബി ആയിരുന്നു. ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? വയലറ്റ്. ആൻഡ് എ ഷുഡ് ബി റെഡ്. ബി വയലറ്റും എ റെഡ് എന്നും പറയുന്ന ഇതിലാണ്? ഓപ്ഷൻ സിയിലാണ്. ഓക്കെ, അപ്പൊ ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള സെയിം ക്വസ്റ്റൻ ആണ് കേട്ടോ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. എനർജി അവൈലബിൾ ടു പ്രൊഡ്യൂസേഴ്സ് ഈസ് മാക്സിമം. നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സിനാണ് മാക്സിമം എനർജി അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് നിങ്ങളിപ്പോൾ വായിക്കുന്നുണ്ടായിരിക്കും. ഞാൻ എന്താ കാണിക്കാൻ പോകുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ഇൻ പേജ് നമ്പർ 210. എന്താ പറഞ്ഞിരിക്കുന്നത്? 10% of the food eaten
is turned into its own body, made available for the next level and made available for the next level of consumers. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് പറഞ്ഞിട്ടില്ലേ? അതാണ് ഇത്. It utilizes 10% of its energy and transfers the rest to the next tropic level. അപ്പൊ അത് ഓപ്ഷൻ സി ആണ്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ് നിങ്ങൾ ക്വസ്റ്റൻ ആയിട്ട് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇനി ക്വസ്റ്റൻ നമ്പർ 16 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റോൾ ഓഫ് ഡീകമ്പോസേഴ്സ് ഇൻ എക്കോസിസ്റ്റം? എക്കോസിസ്റ്റത്തിലെ ഡീകമ്പോസേഴ്സിന്റെ റോൾ എന്താണെന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലില്ലാത്തതാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. ലെറ്റ്സ് സീ വാട്ട് ദേ ഹാവ് റിട്ടൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് അബൌട്ട് ദ റോൾ ഓഫ് ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് ബ്രേക്ക് ഡൗൺ ദ ഡെഡ് റിമെയിൻസ് ആൻഡ് വേസ്റ്റ്. അതൊരു റോളാണ്. Okay, decomposers break down complex organic substances into simple organic substances. അതൊരു റോളാണ്. ആൻഡ് ഈ സിമ്പിൾ ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? സോയിലോട്ട് പോവും ആൻഡ് ദേ ആർ യൂസ്ഡ് വൺസ് മോർ ബൈ ദ പ്ലാന്റ്സ്. അതായത് അതിനെ പ്ലാന്റ്സിനൊന്നും കൂടെ യൂസ് ചെയ്യാനുള്ള ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഡീകമ്പോസേഴ്സ് ചെയ്യുന്ന ഫങ്ഷൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ഫങ്ഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലെറ്റ്സ് സി. നാച്ചുറൽ റീപ്ലെനിഷ്മെന്റ് ഓഫ് സോയിൽ which is done, അല്ലെ? നാച്ചുറൽ ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിന് ഒന്നുകൊണ്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സോയിലോട്ട് അത് വിടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡീകമ്പോസർ, നോട്ട് എ ഫംഗ്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് അതല്ല. എൻറിച്ച്മെന്റ് ഓഫ് ഓക്സിജൻ ആൻഡ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എൻറിച്ച് ചെയ്യുന്ന ഒരു കാര്യം ഡീകമ്പോസേഴ്സ് ചെയ്യുന്നില്ല. വേസ്റ്റ് ഡീകമ്പോസിഷൻ ഈസ് ഡൺ. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഡെഡ് റിമെയിൻസ് ഈസ് ഡൺ ബൈ ദ ഡീകമ്പോസേഴ്സ്. അപ്പൊ ചെയ്യാത്ത കാര്യം എന്താണ്? എൻറിച്ച്മെന്റ് ഓഫ് ഓക്സിജൻ ആൻഡ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ചെയ്യാത്ത, നോട്ട് എ റോൾ ഓഫ് ഡീകമ്പോസേഴ്സ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 17 to 20. ഇത് അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അസർഷൻ സ്റ്റേറ്റ്മെന്റ്, റീസൺ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് പോലെ വായിക്കുക. ഓക്കെ, ട്രൂ ഓർ ഫോൾസ് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ, 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. പല കുട്ടികൾക്ക് ഈ അസർഷൻ റീസൺ എന്തോ ഒരു പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്, എങ്ങനെ ആൻസർ ചെയ്യുന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട്. അത് ഒഴിവാക്കാനാണ് പറയുന്നത്. നിങ്ങൾ ട്രൂ ഓർ ഫോൾസ് പോലെ തന്നെ നോക്കുക. 2 സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെങ്കിൽ മാത്രമേ അതിനൊരു കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ആയി. നോക്കാം. അസർഷൻ: on adding dilute HCl to test tube containing a substance X, a colorless gas is produced which gives a pop sound when a burning matchstick is brought near it. പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ആ ഗ്യാസിന്റെ പേരാണ് എന്ത്? ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ അത് ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻ ദിസ് റിയാക്ഷൻ മെറ്റൽ എക്സ് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ ഹൈഡ്രജൻ. മെറ്റൽ എക്സ് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ ഹൈഡ്രജൻ എന്നാണോ, ഹൈഡ്രജൻ ഇസ് ഡിസ്പ്ലേസ്ഡ് ബൈ മെറ്റൽ എന്നാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? തിരിച്ചാണ് അല്ലെ. ഹൈഡ്രജൻ ഇസ് ഡിസ്പ്ലേസ്ഡ് ബൈ മെറ്റൽ എന്നാണ്. അപ്പോൾ അസർഷൻ ട്രൂവും റീസൺ ഫോൾസും ആണ്. ഞാനിത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വായിപ്പിച്ച് കേൾക്കാം. മീൻസ് നിങ്ങൾക്ക് ഒന്ന് കണ്ട് നോക്കാം. ഓക്കെ, പേജ് നമ്പർ 19 കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഇൻ ദ എബവ് റിയാക്ഷൻ ഡിസ്പ്ലേസസ് ഹൈഡ്രജൻ ആറ്റം. ഈ റിയാക്ഷനിൽ മെറ്റൽ ഡിസ്പ്ലേസസ് ഹൈഡ്രജൻ എന്നാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഹൈഡ്രജൻ ഇസ് ഗെറ്റിംഗ് ഡിസ്പ്ലേസ്ഡ് എന്നാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് റീസൺ ട്രൂ, ഫോൾസ് ആണ്. അസർഷൻ ട്രൂ ആണ്. എ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് ഫോൾസ് വരുന്നത് സി എന്നുള്ള ഓപ്ഷൻ ആണ്. നമുക്ക് ഇവിടെ ABCD തന്നിട്ടുണ്ടല്ലോ, അതിൽ നോക്കിയിട്ട്. ഇനി അസർഷൻ: ദ നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ എ സെൽ ആൻഡ് ഇൻ എ ജേം സെൽ ഇസ് നോട്ട് ദ സെയിം ഇൻ എനി സ്പീഷീസ്. That is correct statement. When 2 germ cells combine, they restore the normal number of chromosomes in a species. That is also a correct statement. രണ്ടും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ബട്ട് റീസൺ is not correctly explaining the assertion. അങ്ങനെയല്ലേ വരുന്നത്? പേജ് നമ്പർ കാണിക്കാം. പേജ് നമ്പർ 120 കൃത്യമായിട്ട് പറയുന്നുണ്ട്. When germ cells from 2 individuals combine during sexual reproduction to form new individual, it result in re-establishment of the number of chromosomes. അല്ലെ? അപ്പൊ അത് രണ്ടും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് റീസൺ is not correctly explaining the assertion, which means ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരേണ്ടത്. ഇനി 19th ക്വസ്റ്റ്യൻ നോക്കാം. A convex mirror always forms an image behind it, and image formed is virtual. Convex mirror always form virtual image. Virtual image will be always forming behind the mirror. So it is a true statement. Alle, according to the sign convention, focal length of convex mirror is positive. Sign convention അനുസരിച്ച് convex mirror എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ഫോക്കസ് വരുന്ന റൈറ്റ് സൈഡിലാണ്. സോ ഫോക്കൽ ലെങ്ത് ഹാസ് ടു ബി പോസിറ്റീവ് അക്കോർഡിംഗ് ടു ദ സൈൻ കൺവെൻഷൻ. ദാറ്റ് ഈസ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ റീസണും അസർഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അസർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. ബട്ട് ദേ ആർ നോട്ട് കറക്റ്റ്ലി എക്സ്പ്ലെയിനിങ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി.
ഇനി നമുക്ക് 20th വൺ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഇഫ് ദ ലയൺസ് ആർ റിമൂവ്ഡ് ഫ്രം എ ഫുഡ് ചെയിൻ ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദ ഫുഡ് ചെയിൻ. ആണോ? ഫുഡ് ചെയിനിൽ every individual is equally important. May it be producers or herbivores or carnivores or decomposers. എല്ലാ ഫുഡ് ചെയിൻ എന്ന് പറയുന്നതാണ്. ചെയിനിൽ ഏതെങ്കിലും ഒരു കണ്ണി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫുഡ് ചെയിൻ ബ്രോക്കൺ ആണ്. അപ്പൊ കൂടുതൽ ലയൺസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഹെർബിയോഴ്സിന്റെ എണ്ണം കൂടും. ഹെർബിയോഴ്സിനെ കഴിക്കുന്ന, അതായത് റാബിറ്റ്സ്, ഡിയർ, അങ്ങനെയുള്ള ആനിമൽസിന്റെ എണ്ണം കൂടും. അപ്പൊ അവർ കൂടുതൽ ചെടികൾ കഴിക്കാൻ തുടങ്ങും. അവർക്ക് കൂടുതൽ ചെടികളുടെ ആവശ്യം വരും. പ്രൊഡ്യൂസേഴ്സിന് അത്രയധികം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദെൻ ദ ബാലൻസിങ് ഓഫ് ദ ഫുഡ് ചെയിൻ വിൽ ബി ഗോൺ, റൈറ്റ്? അപ്പൊ ഇത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് ലയൺസ് ആർ റിമൂവ്ഡ് ഫ്രം എ ഫുഡ് ചെയിൻ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്ട് ദ ഫുഡ് ചെയിൻ. ലയൺസ് മാത്രമല്ല, ഫുഡ് ചെയിൻ എന്ന് പറയുന്ന അതിലെ ഏത് ചെയിനകത്തുള്ള ഏത് കണ്ണി വിട്ടുപോയാലും പ്രശ്നമാണ്. Reason: plants are producers who can make the food using sunlight while lions are consumers. അത് ശരിയാണ്. പ്ലാന്റ്സ് പ്രൊഡ്യൂസേഴ്സ് ആണ്, അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ലയൺസ് കൺസ്യൂമേഴ്സ് ആണ്, അത് ഫുഡ് കഴിക്കും. അതൊക്കെ ശരിയാണ്. അപ്പൊ റീസൺ ശരിയാണ്, പക്ഷെ അസർഷൻ ഇസ് ഫാൾസ്. അസർഷൻ ഫാൾസ്, റീസൺ ട്രൂ എന്ന് പറയുന്ന ഏതാണ്? ഓപ്ഷൻ ഡിയിലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 20 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് കുറച്ചും കൂടെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി പാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ആയിട്ട് പറയും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് സം ടൈം ടു ഡു ദ സൊല്യൂഷൻസ് ഓഫ് സെക്ഷൻ ബി ഓഫ് sample paper. Okay, hope you enjoyed this class. Hope you learned something from this class. Thank you so much. Have a nice day to all of you.